തൃശ്ശൂരിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. എല്ലാ ബി ജെ പിക്കാരൻ്റെ വീട്ടിലും 8ഉം 10ഉം വോട്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന തൃശ്ശൂരിലെ സ്ഥലത്ത് എൻ്റെ അടുത്ത് താമസിക്കുന്ന എല്ലാ ബി ജെ പിക്കാരുടെ വീട്ടിലും 5ഉം 8ഉം വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നിയോജകമണ്ഡലത്തിൽ മുഴുവൻ വന്നിട്ടുണ്ട്. എറണാകുളം തിരുവനന്തപുരം നഗരത്തിൽ എത്രയാണ്? തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ പോയാൽ പിന്നെ ആയിരക്കണക്കിന് വോട്ടുകൾ അങ്ങനെ കൊണ്ടുവന്ന് ചേർത്തവർ കാണാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഒരു വോട്ടും പറ്റിയില്ല. ഇതാണ് അനുഭവം. അതിപ്പോൾ നിങ്ങൾക്ക് ഇരട്ട വോട്ടുള്ള മാതിരിയാ. നിങ്ങൾക്ക് ഇരട്ട വോട്ടുണ്ടെങ്കിൽ CPM ഇരട്ട വോട്ടുണ്ട്, ഞങ്ങൾക്ക് ആർക്കില്ല. അല്ല, UDF കൺവീനർ പറയാൻ ആറ്റിങ്ങില് ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് UDF കൺവീനർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അദ്ദേഹം പല സ്ഥലത്തും സ്വന്തം ചേർക്കുന്ന ആളാണ്. ഞങ്ങളങ്ങനെ ചേർക്കുന്ന ആളല്ല. UDF ചിലപ്പോൾ ചേർക്കലുണ്ടാവും. ഞങ്ങൾ വളരെ സത്യസന്ധന്മാരാണ്. ഞങ്ങൾ ഒരിക്കലും ഈ നിയമ സംവിധാനത്തിൻ്റെ മേലെ അട്ടിമറി പ്രവർത്തനം നടത്തുന്ന പാർട്ടിയല്ല CPM. ജനാധിപത്യത്തിനെ അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ വോട്ടുകൾ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ചേർക്കുക എന്നുള്ളൊരു രീതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറുതെ നടക്കണമില്ല. ഇത് RSS പ്ലാൻ ചെയ്ത് നടക്കണതാണ്. RSS പ്ലാൻ ചെയ്തിട്ട് ഈ വിവിധ നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരെ വെട്ടി ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം അത് പരിശോധിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാൾ അയാളുടെ റെസിഡൻ്റാണ്, അവിടെ താമസിക്കുന്ന ആളാണെന്ന് കൃത്യമായി പരിശോധിക്കണ്ടേ? കൃത്യമായി പരിശോധിക്കുമ്പോൾ തന്നെ അത് ഏത് ആവശ്യത്തിന് നിന്നുള്ള പ്രധാനമാണ്. ഒഴിഞ്ഞൊരു ഒരു കെട്ടിടത്തിൽ ഒരു 100 ആളെ കൊണ്ടുവന്ന് ചേർക്കുന്നു. അങ്ങനെ ചേർക്കുമ്പോൾ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ആർക്കില്ലെങ്കിലും ആദ്യം വേണ്ടത് ഈ ഇലക്ഷൻ കമ്മീഷനാണ്. അതൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാർ അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടുകളെക്കുറിച്ച് ശക്തമായ വിമർശനം ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാവുമ്പോഴും എവിടെയാണെങ്കിലും സതുദ്ദേശപരമായ ഇടപെടലല്ല ഇത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. എല്ലാ ബി ജെ പിക്കാരൻ്റെ വീട്ടിലും 8ഉം 10ഉം വോട്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന തൃശ്ശൂരിലെ സ്ഥലത്ത് എൻ്റെ അടുത്ത് താമസിക്കുന്ന എല്ലാ ബി ജെ പിക്കാരുടെ വീട്ടിലും 5ഉം 8ഉം വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നിയോജകമണ്ഡലത്തിൽ മുഴുവൻ വന്നിട്ടുണ്ട്. എറണാകുളം തിരുവനന്തപുരം നഗരത്തിൽ എത്രയാണ്? തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ പോയാൽ ആയിരക്കണക്കിന് വോട്ടുകൾ അങ്ങനെ കൊണ്ടുവന്ന് ചേർത്തവർ കാണാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഒരു വോട്ടും പറ്റിയില്ല. ഇതാണ് അനുഭവം. അതിപ്പോൾ നിങ്ങൾക്ക് ഇരട്ട വോട്ടുള്ള മാതിരിയാ. നിങ്ങൾക്ക് ഇരട്ട വോട്ടുണ്ടെങ്കിൽ CPM ഇരട്ട വോട്ടുണ്ട്, ഞങ്ങൾക്ക് ആർക്കില്ല. അല്ല, UDF കൺവീനർ പറയാൻ ആറ്റിങ്ങില് ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ UDF കൺവീനർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അദ്ദേഹം പല സ്ഥലത്തും സ്വന്തം ചേർക്കുന്ന ആളാണ്. ഞങ്ങളങ്ങനെ ചേർക്കുന്ന ആളല്ല. UDF ചിലപ്പോൾ ചേർക്കലുണ്ടാവും. ഞങ്ങൾ വളരെ സത്യസന്ധന്മാരാണ്. ഞങ്ങൾ ഒരിക്കലും ഈ നിയമ സംവിധാനത്തിൻ്റെ മേലെ അട്ടിമറി പ്രവർത്തനം നടത്തുന്ന പാർട്ടിയല്ല CPM. ന്യായമായ നിലയ്ക്ക് കാര്യങ്ങൾ നടക്കണം. കള്ളവോട്ടിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുമല്ല ഞങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥ വോട്ടർമാർ സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യാൻ. അങ്ങനെ ഒരു വോട്ടിംഗ് സംവിധാനം കേരളത്തിലുണ്ടായാൽ ഒരു പരിക്കും എടുക്കാത്ത പാർട്ടി CPM ആണ്. കേരളത്തിൽ നടക്കുന്ന SIR ഇത്തരം വോട്ടുകളെ കണ്ടെത്താൻ വേണ്ടി CPM ഉപയോഗിക്കുമോ? അല്ല, അത് സംബന്ധിച്ചൊരു നിലപാട് ഞങ്ങൾക്കുണ്ടല്ലോ. ഇത് യഥാർത്ഥ വോട്ടർമാരെ സംരക്ഷിക്കാനുള്ളതല്ല. ഇത് വോട്ടർ പട്ടികയിൽ നിന്ന് മത ന്യൂനപക്ഷങ്ങളെ, അതുപോലെ തന്നെ BJP പോലെയുള്ള പാർട്ടികൾക്കെതിരായി ചിന്തിക്കുന്നവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നതാണ് ഇവരുടെ അനുഭവം. ഇത് ഒരിക്കലും നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ട് ഉപയോഗപ്പെടുത്തിയ അനുഭവം ഇതുവരെ ഇല്ലാത്തടത്തോളം കാലം വിമർശനാത്മകമായി മാത്രമേ ഇതിനെ സമീപിക്കാൻ കഴിയൂ.